ടിക്കറ്റ് കയറ്റിവിടെ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ നഷ്ടം നിങ്ങൾ വഹിക്കുമോ? എൻ്റെ നഷ്ടം നിങ്ങൾ വഹിക്കും വേണം. എൻ്റെ നഷ്ടം നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുമോ? എന്താ മാന്യ? ഇതാണോ മാന്യത? 7 ദിവസം കഴിഞ്ഞുണ്ടാക്കാമെന്നും അവർക്ക് ഇവിടെ അവര് തരുമോ ജോലി? ഇല്ല, നിങ്ങൾക്ക് മാനേജർ ആര്? ആ മാനേജറും ഇല്ല, പരാതി ബോക്സും ഇല്ല, ഒരു കുന്തവും ഇല്ല. നിങ്ങളെ മാനേജർ ആര്? നിങ്ങൾ പറ. അവർക്ക് ഇവിടെ ഇരുന്നിട്ട് 7 ദിവസം 14 ദിവസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് തീരും. എന്താ തരാത്? എന്താ അങ്ങനെയാണ് മേഡം? എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്ലൈറ്റ് അല്ല വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നുണ്ടോ? അബുദാബി അത് നേരത്തെ അറിയിക്കേണ്ട ക്യാൻസൽ ആക്കിയത്. നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് ക്യാൻസൽ അത് ഞങ്ങളോട് ഇത് പ്രശ്നമാണ് ക്യാൻസൽ ആക്കിയത്. അത് ഓക്കെ, അത് ഞങ്ങൾക്കറിയാവോ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങളെ കാര്യങ്ങള്? ഞങ്ങളിവിടെ വന്നിട്ടല്ലേ അറിഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞോ? അതൊക്കെ മര്യാദയാണോ? നിങ്ങൾ മാനേജർ ആരെ? നിങ്ങൾ ഗൾഫ് സ്ഥാപനം, നിങ്ങൾ ഒരു മാനേജർ ഒരാൾ കാണുമല്ലോ. 4 മണിക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ, അതൊക്കെ മര്യാദയാണോ? ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ആൾക്കാർ വരാൻ 100 നാളെ വിസ ക്യാൻസൽ ചെയ്യുന്നവരുണ്ട്, 100 പ്രശ്നങ്ങൾ 100 മീറ്റിംഗ് കാര്യങ്ങൾ ചേക്കുന്നവരുണ്ട്. അവരൊക്കെ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്തായി ബാംഗ്ലൂർ? അതെന്തായി? ഇതുവരെ വിളിച്ചില്ലല്ലോ. 10 മിനിറ്റ് വിളിക്കാന്ന് പറഞ്ഞിട്ടില്ല. മാറിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ ആരടുത്ത് സംസാരിക്കണം നമ്മൾ? ഇതിന് ഒഫീഷ്യൽസ് ഒന്നുമില്ലേ? ഇല്ല, വേറെ നിങ്ങളെ കാട്ടി വേറെ ആളില്ലേ? നിങ്ങൾ മാത്രമല്ല, രാവിലെ തൊട്ട് നിങ്ങളുടെ അടുത്തല്ലേ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഉത്തരവല്ലേ ഉള്ളൂ, 17 മാറ്റുന്നു. ഒരു സ്റ്റാഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇത്ര ആൾക്കാരെ? നിങ്ങളുടെ മാനേജ്മെന്റ് നമ്മൾ ഈ ഫ്ലൈറ്റും ക്യാൻസൽ ആയിട്ട് ഇവിടെ വെറുതെ നിന്ന് നിങ്ങളോട് ഇപ്പോൾ 2-3 മണിക്കൂർ ഇവിടെ നിൽക്കണോ? നിങ്ങളുടെ മാനേജ്മെന്റിന് ഒരു ബുദ്ധിയില്ലേ? ഒരു ഇതില്ലേ? ഒരു സ്റ്റാഫിനെ വെച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യും 1300 പാസഞ്ചേഴ്സിന്? ഈ വെയിലത്ത് ആൾക്കാർ നിൽക്കുമല്ലേ? അടുത്ത കൗണ്ടർ ഇവിടെ അടുത്ത് തന്നെ. ഇല്ല, എന്തെങ്കിലും ഒന്ന് ക്ലിയർ ആക്കി വിടണല്ലോ, അത് നിങ്ങളല്ലേ ഇതല്ലേ? അപ്പോൾ എൻ്റെ എങ്ങനെയാണ് കിട്ടുന്നത്? എപ്പോഴാണ് കിട്ടുന്നത്? പ്രസാദ് ഗോപാലകൃഷ്ണൻ. മാഡം, നിങ്ങൾ വേറെ ആളാ വിളിക്കില്ലേ? അത് പറ. എത്ര ആൾക്കാർ ഇവിടെ വെയിലുള്ളൂ? എത്ര പേർ നിൽക്കണം? അതിനുള്ള നിങ്ങൾ റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ 10 ആൾ നിന്ന് അതിനുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കണം. അടുത്ത ഫ്ലൈറ്റ് എപ്പോൾ വിട്ടിട്ടുണ്ടോ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ പോകാൻ പറ്റോ ഇല്ല വേറെ ഫ്ലൈറ്റ് നോക്കണം. അതിനുള്ള കോമ്പൻസേഷൻ നിങ്ങൾ തരണം.